രാവിലെ തന്നെ മഴക്കാറാ. ഈ തോട്ടിലൊന്നും എന്താ വെള്ളം ഒഴുകത്തെന്ന് ആലോചിച്ചോ രമേശൻ? എന്താ വേനലായോണ്ടാ, മഴക്കാലത്ത് കൂടെ നിറച്ച് വെള്ളമാവും. ചിലക്കാണ്ട മുന്നിൽ നടക്കുക. ശുണ്ടിക്കാരൻ എനിക്ക് പണ്ടേ വലിയ ഇഷ്ടാ. ഇതാണ് രമേശ ഞാൻ പറഞ്ഞ സ്ഥലം. ഈ ആർക്കും വേണ്ടാത്ത വീട് കാണിക്കാനാണോ രാവിലെ തന്നെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആർക്കും വേണ്ടാത്ത വീടോ? നല്ല കഥയായി. എനിക്കിത് വേണം രമേശ. ആ, തനിക്ക് വാങ്ങാൻ പറ്റിയ വീട് തന്നെയാ. തന്നെ പോലെ നല്ല പഴമയൊക്കെ ഉണ്ട്. എനിക്കിത് വാങ്ങാൻ പറ്റില്ല രമേശ. എൻ്റെ വീടാ അത്. എനിക്ക് 5 വയസ്സാവണ വരെ ഞാൻ ഇവിടെ ആയിരുന്നു രമേശ. എൻ്റെ അമ്മയുടെ വീടാ അത്. എന്നിട്ടെന്താ ഇവിടെ ആരും ഇല്ലാത്തത്? ഇതിനാരാ അവിടെ ഉള്ളത്? എല്ലാവരും ഓരോ വഴിക്ക് പോയില്ലേ, അപ്പോൾ വീട് മാത്രമായി. ഇന്നിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? രമേശൻ ഇവിടെ ഇരിക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ഇവിടെ ഇരിക്കൂ. താൻ പറഞ്ഞോളൂ, ഞാൻ കേട്ടാ പോരെ. എല്ലാവരും കൂടി എന്നെ കുറ്റം പറയുമ്പോൾ എനിക്ക് ഇടയ്ക്ക് തോന്നുന്നുണ്ട് രമേശ, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, എന്നെ ആർക്കും വേണ്ടാന്ന്. അങ്ങനെ തോന്നുമ്പോൾ ആരും കാണാതെ ഞാൻ കുറച്ചു നേരം ഇവിടെ വന്നിരിക്കും. അങ്ങനെ മനസ്സ് തോന്നങ്ങൾ സംസാരിക്കും രമേശ. ആരോട്? എൻ്റെ അമ്മയോട്. അമ്മ ഇവിടെയല്ലേ ഉറങ്ങണത്. എന്നെ പ്രസവിച്ചപ്പോഴാത്ര രമേശ അമ്മ മരിക്കണത്. ജനിച്ച നാളാണെങ്കിൽ കരിമ്പൂരാടും. അച്ഛൻ തിരുമേനി അന്നേ പറഞ്ഞു അത്രേ എന്നെ വേണ്ടാന്ന്. അമ്മയുടെ വീട്ടുകാർ എന്നെ ഇവിടെ കൊടുന്ന് നിർത്തിയത്. എനിക്ക് 5 വയസ്സായപ്പോൾ മുത്തശ്ശി പറഞ്ഞു അത്രേ എന്നെ അങ്ങോട്ട് വേണമെന്ന്. മുത്തശ്ശിക്ക് എന്നെ വലിയ കാര്യമാണ്. ഞാൻ ചെറുതാവുമ്പോൾ മുതൽ മുത്തശ്ശി പറയും, മുത്തശ്ശിയുടെ കാലം കഴിഞ്ഞാലും എനിക്ക് ദൈവം ഉണ്ടാവുന്നു. അന്ന് തുടങ്ങിയതാ രമേശ ഞാൻ പ്രാർത്ഥിക്കാൻ. അപ്പം എനിക്ക് വായ തുറന്ന ശ്ലോകങ്ങൾ മാത്രമേ വരുള്ളൂ. കുറേ കാലത്തിന് ശേഷം എനിക്ക് എന്ത് വേണമെങ്കിൽ പറയാൻ പറ്റിയ ഒരാളെന്ന് തോന്നി രമേശിനെ കണ്ടപ്പോഴാ. അത് ഞാനങ്ങോട്ട് മുതലാക്കി. അതുകൊണ്ട് ഇപ്പം രമേശിനും എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അതെ, എന്താ? തൻ്റെ അച്ഛൻ തിരുമേനി കാശ് തരുന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ കുറേ നാളായിട്ട് തൻ്റെ കൂടെ നടക്കണത്. മാസം കിട്ടണ ഈ 10,000-ന് തൻ്റെ കൂടെ നടക്കാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. താൻ നീ കൂടെ കരിയിപ്പിക്കല രമേശ. ഏട്ടൻ തിരുമേനിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. മൂപ്പര് ചെന്നൈയിലേക്ക് പോവാണ്, ഇനി ബാംഗ്ലൂർ പോയിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നാ രമേശ വേഗം പോയിക്കോളൂ, നാളെ രാവിലെ തന്നെ പോവാനുള്ളതല്ലേ. എവിടേക്ക്? ചെന്നൈയിലാന്നല്ലേ ഏട്ടൻ തിരുമേനി പറഞ്ഞത്, നമുക്ക് അവിടെ പോകണ്ടേ? ഇനി അതും ഉണ്ടോ? തനിക്ക് മതിയായില്ലേ? മതിയാവ്, നല്ല കാര്യമായി. നാളെ രാവിലെ ചെന്നൈ പോയാൽ തിരുമാന്താകുന്ന പൂരം കഴിയുമ്പോഴേക്ക് തിരിച്ചെത്താം. രമേശൻ പോയിക്കോളൂ. ഇനി ഇവിടെ ഇരുന്നാ ഞാൻ ഇവനെ തല്ലും. ഇനി ഇവിടെ ഇരുന്നാ ഇവനെ ഞാൻ തല്ലും. തന്നെ ബാഗ് എടുത്തിട്ട് ഞാൻ എടുത്തോളാം. ഞാൻ കുറച്ച് വിട്ടു നടന്നോളാം, തന്നെ പേടിയിരിക്കും.